ഹായ് ഗായ്സ്, ഇപ്പം ദേ കറക്റ്റ് 12 സമയത്രയും 12 മണി കഴിഞ്ഞ് 48 മിനിറ്റായി. എൻ്റെ പൊന്നോ, ബിഗ് ബോസിൽ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ തിരിഞ്ഞിട്ട് അനുമോളും ആര്യനും തമ്മിൽ കുറേ നേരം കൊണ്ട് ഭയങ്കര ചെറുതായിട്ടിങ്ങനെ ചൊറിഞ്ഞ് ചവിട്ടും കുത്തും വെട്ടുമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതേ ഭയങ്കര അടി. അതായത് ഷാനവാസും അക്ബറും കൂടെ, അത് കഴിഞ്ഞ് അത് ശരത്ത് ഏറ്റുപിടിച്ചു, അതിലെ നൂറെ എല്ലാവരുമായിട്ട് ബിഗ് ബോസ് ഇപ്പോൾ എന്തായാലും ഷാനവാസിനെയും അക്ബറിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട്. എല്ലാവരോടും വന്ന് ലിവിങ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടും ഇവരിങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, രാത്രിയായിട്ടും എൻ്റെ ദൈവമേ, ഇതുപോലൊരു, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വൃത്തികെട്ട 7 വർഷത്തിനിടയ്ക്ക് തമിഴ്, ഹിന്ദി, പിന്നെ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിലൊന്നും കാണാത്തൊരു പരിപാടിയാണ് ഈ പാതിരാത്രിക്ക്, ഈ നട്ടക്കുന്ന് പാതിരാത്രിക്ക് ഇവന്മാർ കിടന്ന് ഇരുന്ന് വഴക്കുണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഇത്രയും നേരം കണ്ടൻറ്റ് കൊടുക്കുന്ന നോക്കിയ, പക്ഷേ എന്നാലും ഒരു നമ്മുടെ ഒരു ഷോ അല്ല, അതിനൊരു നിലവാരം വേണ്ടേ? അതില്ലാത്ത ഒരു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ തന്നെ തോന്നുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എല്ലാവരും ഇപ്പം എന്താ പറയുക, പല പല രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെ തീരുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങാൻ പോകും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനിതിട്ടാണ്.